സൂര്യ കോമഡിയുടെ എല്ലാ പ്രേക്ഷകർക്കും കുക്കു കുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വകയും സൂര്യ കോമഡിയുടെ വകയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരെയാണ്. അപ്പം നിങ്ങൾക്കറിയാം, ഇന്ന് ഓണമൊക്കെ കഴിഞ്ഞു, ഇന്ന് ചതയമാണ്. പക്ഷെ നമ്മൾ കേരളത്തിൽ ഓണം കഴിഞ്ഞാലും ആ ഓണത്തിൻ്റെ സെലിബ്രേഷൻസ് ഒരിക്കലും കഴിയാറില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ന് സൺഡേ ആയിട്ട്, ചതയം ദിവസമായിട്ട് നമ്മൾ വീണ്ടും ഒരു സ്പെഷ്യൽ എപ്പിസോഡായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മുളന്തുരുത്തിയിലുള്ള ജോൺസ് വില്ലേജ് റിസോർട്ടിലാണ്. ശരിക്കും പറഞ്ഞ് ഇവിടെ കയറുമ്പോൾ തന്നെ ഭയങ്കര നല്ലൊരു ഫീലിംഗ് ആണ്. ഓണം സ്റ്റേക്കേഷൻ ആണെങ്കിലും അല്ലാണ്ടാണെങ്കിലും ഒന്ന് മാറി നമുക്ക് വീക്കെൻഡ് വന്നിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യണം എന്നൊക്കെ തോന്നുമ്പോൾ വരാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ജോൺസ് വില്ലേജ് റിസോർട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഓണം സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഞാൻ കലവറയൊന്നും കണ്ടിട്ടില്ല, എന്താണ് ഇന്നത്തെ ഡിഷ് എന്നോ ഗസ്റ്റ് ആരാന്നും എനിക്കറിയത്തില്ല. എല്ലാം എനിക്കൊരു സർപ്രൈസ് ആണ് ഇന്നത്തെ ദിവസത്തിൽ. പൊതുവെ ഷെഫിനാണ് സർപ്രൈസ് ഉള്ളത്, പക്ഷെ ഇന്ന് ഞാനാണ് സർപ്രൈസ്ഡ് ആവാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോയാലോ? അപ്പോൾ ഓണമായതുകൊണ്ട് തന്നെ എന്ത് ലെവൽ ഓഫ് വെറൈറ്റി ആയിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടി വരും അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ഫുഡ് എന്താണെന്ന് അറിയാൻ, ഞാനാണെങ്കിൽ ഓൾറെഡി ഒന്നും കഴിക്കേണ്ട വിശപ്പൊക്കെ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ച് വന്നിരിക്കുകയാണ്. കാരണം ഓണമായിട്ട് ഇവിടെ വന്ന് ഷെഫിൻ്റെ ഡിഷ് കഴിച്ചില്ലെങ്കിൽ പിന്നെ വേറെ എന്തിന് പറ്റും അല്ലേ. സോ ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ് ഐറ്റം എന്താണെന്ന് പറയാനും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫുഡൊക്കെ ആയി ഫുൾ എൻജോയ് ചെയ്തൊരു എപ്പിസോഡും ചെയ്യാൻ വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം ഷെഫ് നളൻ. നല്ല അടിപൊളിയായിട്ടുണ്ട്. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദേവതയോ അങ്ങനെ പറയണമെങ്കിൽ ഞാൻ കണ്ടുപൊട്ടനായിരിക്കണം. ആയിക്കോട്ടെ, നല്ല സുന്ദരനായിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം തന്നെ അടിപൊളിയായിട്ടുണ്ടെന്ന് പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അടിപൊളിയായിട്ട് നല്ല ഓക്കെ ശരിയാ. കുറച്ചു നേരം തല ഇങ്ങോട്ട്, ഇനി കുറച്ചു നേരം തല ഇങ്ങോട്ടേക്ക് വെക്കട്ടെ. അപ്പം ഷെയ്ഡ്സ് ഒക്കെ നമ്മളെടുത്ത് മാറ്റി വെച്ച് നമ്മൾ റെഡിയാണ്, കുക്ക് ചെയ്യാനല്ലേ. അപ്പൊ ഇത് നമ്മുടെ ഗസ്റ്റിനെ നമുക്ക് വിളിക്കണം. ഇന്നത്തെ ഗസ്റ്റ് ആരാന്ന് എനിക്ക് അറിയില്ല. അതാണ് പൊതുവെ എനിക്കായിരിക്കും ഗസ്റ്റ് അറിയുന്നുണ്ടാവും. ഞാൻ വന്നിട്ട് ഞാനായിരിക്കും ഇൻവൈറ്റ് ചെയ്യുന്നത്. ആദ്യമായി ചൈൽഡ് ആർട്ടിസ്റ്റ് അഭിനയിച്ചത് ലാലേട്ടന്റെ സിനിമയിലാണ്. ഓക്കെ, അപ്പൊ കൊറേ കാലമായിട്ട് കൊറേ മുമ്പായിട്ടുള്ള ആക്ട്രസ് ആണോ ആക്ടർ ആണോ? ആക്ട്രസ് ആണ്. ഓക്കെ, ഇങ്ങനെ വീണ്ടും ഒരു ക്ലൂ തരാം. 1 മുതൽ 0 വരെ ആ സിനിമയിലാണ്. അതെ. ഓക്കെ, ഗസ് ചെയ്യാൻ പറ്റുമോ? അത് കുറച്ച് പഴയ സിനിമയാണ്, പക്ഷെ എനിക്ക് എന്തായാലും അറിയണ്ടാവും. ഒരു ബ്രില്യന്റ് ആക്ട്രസ്, ഒരു വളരെ ഡെഡിക്കേറ്റഡ് ആക്ട്രസ്, നല്ലൊരു പാചക കഴിവുള്ള ഒരു വ്യക്തിത്വം. കോമ്പറ്റീഷൻ ആയിരിക്കുമല്ലോ. അപ്പൊ ഇന്ന് ഓണം സ്പെഷ്യൽ ആയിട്ട് സമാധാനം ആയിരിക്കത്തില്ല, കോമ്പറ്റീഷൻ ആയിരിക്കുമല്ലോ. ലെറ്റ്സ് വെൽക്കം ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ദീന ആന്റണി. എന്തൊക്കെയാ എന്നെ പറ്റി പറഞ്ഞത് ആദ്യം കിട്ടും. ഇത് സത്യം പറഞ്ഞാൽ അല്ല വെറുതെ അങ്ങനെ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ പറയണത് വെറുതെ ആൾക്കാർ അയ്യോ ഇതാണ് മോസ്റ്റ് ഗോർജിയസ് ബ്യൂട്ടിഫുൾ. ബ്യൂട്ടി ഇസ് ഇൻ ദ മൈൻഡ് ഓഫ് ദ പേഴ്സൺ. അപ്പോ എന്നിലും സൗന്ദര്യം കണ്ടവരൊക്കെ ഉണ്ടാവാം, പക്ഷെ മോസ്റ്റ് മൊത്തത്തിൽ എങ്ങനെ പറയുമ്പോഴേ ചേച്ചിയെ ഫസ്റ്റ് കണ്ടപ്പോ ഞാൻ പറയും യോധയില് ചേച്ചി ഒരു ബ്ലൂ ടോപ്പ് ഇട്ടിട്ടാണ് ഞാൻ കടയിൽ കയറിയപ്പോ ചേച്ചി അന്ന് യോധയിലെ ബ്ലൂ, ഞാൻ പറഞ്ഞു ബ്ലൂ ചേച്ചിയുടെ ഷോർട്ടാണ് ഞാൻ ഡയലോഗ് അടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചു. അതെ അതെ, ഞാൻ ടോപ്പ് ഇങ്ങനെയൊക്കെ വലിച്ചിട്ടിട്ട്. യെസ്, കറക്റ്റ്. അത് കണ്ടു നോക്കാം. അടിപൊളിയായിട്ട് പാചകം ചെയ്യും. ഈശ്വര, എനിക്ക് ആലോചിച്ചിട്ട് ഞാൻ എപ്പിസോഡൊക്കെ കണ്ട് ടെൻഷൻ ആയിട്ട് ഇതേപോലെ ഞാൻ ഉണ്ടാക്കണമല്ലേ. ഞാൻ ഇങ്ങനെ തന്നെ ഫുൾ ടൈം എന്താ ചെയ്യേ. വളരെ സിമ്പിൾ ആണ്. നമ്മള് ആംലിക സൂക്തി എന്ന് പറയുന്ന ഒരു ഡിഷാണ്. ആംലിക സൂക്തി ബേസിക്കലി സംസ്കൃതമാണ്. അപ്പൊ ഞാനൊരു ഡിഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ആംലിക എന്ന് പറഞ്ഞാൽ പുളി, അംല എന്ന് പറഞ്ഞാൽ മറ്റേ ഇത് അതിന്റെ അംല, ആംലിക എന്ന് പറഞ്ഞാൽ പുളി. നമ്മുടെ വാളംപുളിയോ? അല്ല, പുളി എന്നാണ്, ടേസ്റ്റ് ആണ്. ഓക്കെ, ആ പുളി ഒരു പുളി സംബന്ധമായിട്ടുള്ള ഒരു ഡിഷാണ്. ഓ ശരി. ഇത് നമ്മളുടെ 18 കൂട്ടം, ഇല്ലെങ്കിൽ 17 കൂട്ടം, 16 കൂട്ടം എന്നൊക്കെ പറയുന്നതിന്റെ ഇടയിൽ
ഒരു തൊടുകറിയായിട്ട് വെക്കാം. അങ്ങനത്തെ സാധനം അവിടെ പുളിയിഞ്ചിയൊക്കെ പോലെ. ഒരു ഓ അത് ശരി. ഇത് ടബയെന്ന് പറഞ്ഞ് വീട്ടമ്മമാർക്ക് ഉണ്ടാക്കി. എനിക്ക് അങ്ങനത്തെ ടബയാണ് വേണ്ടത്, എനിക്ക് സമയമില്ല. എനിക്ക് ആ ടബയുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. കാരണം നമുക്ക് ഒന്നാമത്തെ എനിക്ക് എൻ്റെ കാര്യങ്ങളും ഇതൊക്കെ കിടക്കുമ്പോൾ എന്താണ് പറയുക, ഏറ്റവും ഈസി ആയിട്ട് എന്താ ചെയ്യാൻ പറ്റുക അതൊക്കെ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. സംഭവം അങ്ങനെയാണ് നമുക്ക് തുടങ്ങാം. അപ്പൊ ചേച്ചി എങ്ങനെയാണ് ഓണം സെലിബ്രേഷൻസ് ഒക്കെ വീട്ടിൽ പോയത്? ഇപ്രാവശ്യം എങ്ങനെയായിരുന്നു? എപ്പോഴും കല്യാണത്തിന് ശേഷം മനുവിന്റെ വീട്ടിലാണ് ഓണം, വിഷു മനുവിന്റെ വീട്ടില്. എന്താണ് അത് ആദ്യമൊക്കെ ചെയ്തു വെക്കരുത്, നോ, എനിക്ക് ടൈം തരണം, അതിന്റെ ഇടയിൽ കൂടെ ഒന്നും ചെയ്യരുത്. അപ്പൊ എനിക്ക് കൂടി ചെയ്തു വെക്കണം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഷെഫ് ചെയ്യുന്ന അതേ സംഭവങ്ങൾ നല്ല പഴം എടുക്ക്. അടുത്തു ഷെഫ് ചെയ്യുന്ന അതേപോലെ തന്നെ നമ്മൾ ചെയ്യണം. ഓക്കെ, ചേച്ചിക്ക് ഹെൽപ്പിനാണ് ഞാനിവിടെ ഉള്ളത്. ചേച്ചി എന്നെ പറഞ്ഞാൽ മതി എന്ത് ഹെൽപ്പാണെങ്കിലും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ നമ്മൾ പഴം എടുത്തിട്ട് ചോപ്പ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒന്നുകൂടെ പേര് ഷോപ്പിംഗ് അല്ല അത്, ഇതൊരു നമ്മള് മുറിച്ചു വെക്കുക. ചോപ്പ് കഴിയുമ്പോഴത്തേക്ക് മിക്ക റെസ്റ്റോറന്റ് തുടങ്ങും. പുഴുങ്ങാൻ വേണ്ടിട്ട് വെച്ചു. പഴം പുഴുങ്ങാൻ വേണ്ടിട്ട് കഴിച്ചോണ്ടിരുന്നു. അപ്പൊ ചേച്ചിതാ ഒന്നും തോന്നില്ലാണ്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. അപ്പൊ എന്തായാലും സത്യം പറഞ്ഞ വെച്ചിരിക്കേ. എന്താ പറയാ ചേച്ചി വീട്ടില് ഏറ്റവും മനോജേട്ടനൊക്കെ ആണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് കുക്ക് ചെയ്ത് കൊടുക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്നതാ? ഓണമാവാം, എന്നാ പിന്നെ നമുക്ക് ഓണത്തിൽ പറയാം. ഓണം കൂട്ടാനുകളിൽ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഐറ്റം. എല്ലാം ഇഷ്ടമാണ് പുള്ളിക്ക്. പുള്ളിക്ക് എന്ത് ചോദിച്ചാലും ഇതിന്റെ ഉപ്പല്ല, ഉപ്പ് 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 ഓക്കെ, ഉപ്പിട്ടു. വർത്താനം പറയാൻ ഇടയ്ക്കിട്ട് നോക്കണോട്ട് പുള്ളി, കാരണം എന്നെ പറ്റിച്ച് എന്തൊക്കെയോ ചെയ്യും. ജിഞ്ചർ പൗഡർ എനിക്ക് വെച്ചിട്ടില്ലേ? ഉണ്ട്, വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമ്മള് പുഴുങ്ങാൻ വെച്ചതിന് മുകളിലേക്ക് കുറച്ച് ഉപ്പും ജിഞ്ചർ പൗഡർ ഇട്ടിട്ടുണ്ട്. ജിഞ്ചർ പൗഡർ ഇട്ടു. ഓക്കെ, അപ്പൊ നമ്മൾ പഴം പുഴുങ്ങാൻ വേണ്ടി വെച്ചു. ആ കൂടെ കുറച്ച് ഉപ്പും ഇത്തിരി ജിഞ്ചർ പൗഡർ. ഏത്തക്ക. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലയോളപ്പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോളപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കൈ മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോളപ്പാട്ട്. അടിപൊളി, സൂപ്പർ അല്ലേ? അതിന്റെ ഇടയിൽ കൂടെ മനസ്സിലായില്ലേ, തിരുവാവണിയുടെ ഇടയിൽ ഒരു ഉള്ളി അരിയല്ലേ? അതെങ്ങനെയുണ്ട്? നമ്മൾക്ക് എല്ലാവർക്കും സെയിം ആണ് ഇവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഷെഫ് ഉണ്ടല്ലോ ഇടയിൽ കൂടെ കള്ളത്തരം കാണിക്കുന്ന നടക്കുന്നുണ്ട്. അത് കള്ളത്തരം. എനിക്കിപ്പോ സ്ക്രീൻ സ്പേസ് കിട്ടണ്ടേ? സ്ക്രീൻ സ്പേസ് എനിക്ക് കിട്ടട്ടെ. നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് സ്ക്രീൻ മൊത്തം നിങ്ങളായിരിക്കും. അത് പിന്നെ രണ്ട് സുന്ദരികൾ വന്നിങ്ങനെ നിൽക്കുമ്പോ സ്ക്രീൻ സ്പേസ് കുറച്ച് ഞങ്ങൾ കൊണ്ടുപോകും. രണ്ട് സുന്ദരികൾ ഇവിടെ അയ്യോ അങ്ങനെ പറയരുത്. എന്നെക്കാളും സൗന്ദര്യം ശരിക്കും പറഞ്ഞാൽ ഞാന് നേഹയെ കണ്ടപ്പോൾ നല്ലൊരു എന്താ പറയാ മോഡലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല ഹൈറ്റും നല്ല ഒത്ത ഇതൊക്കെ. എനിക്ക് സന്തോഷം ഇന്നത്തെ ദിവസം. ടൈമായോ? ആയി. ഓക്കെ, ഓ ഓക്കെ, പ്ലേറ്റ് എടുക്കുന്നു. എത്രയാണ് വേവ് നോക്കേണ്ടത്? അവിടെ ഒരു ഫോർക്ക്. കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെ എടുക്കാം. നമുക്ക് ഒരുപാട് വെന്ത് പോയാലേ ഇങ്ങനെ അലുത്തു പോകുന്ന ഇങ്ങനെ അലുത്തു പോകും. ആ വാക്ക് പഠിച്ചു വെച്ചാൽ അലിഞ്ഞു പോവും. ചപ്പിളിയായി പോവും. ചപ്പിളി ചുപ്പിളിയായി പോവും. പിന്നെ നമുക്കിങ്ങനെ ശരിക്കും ഇങ്ങനെ കറക്റ്റ് മലയാളത്തിൽ തന്നെ സംസാരിക്കണം എന്നുണ്ടോ? നമ്മുടെ ഓരോ സ്ഥലത്തെ ഭാഷകൾ കൊല്ലത്തെ എന്താണ് സ്ലാങ്? ചപ്പിളി. അപ്പൊ അതുപോലെ തന്നെ ഇത്. അതെ, വെന്ത് ഉടഞ്ഞു പോകുന്നൊക്കെ ഞങ്ങള് കൊല്ലത്ത് പറയുന്നത്. കൊല്ലക്കാരൻ പറയരുത്. ഞങ്ങൾ ഇവിടെ സാമ്പാറിനും പപ്പടത്തിനും. ചേച്ചി എവിടുത്തെ? എറണാകുളമാണോ? ഞാൻ എറണാകുളം ബേസിക്കലി. നമ്മള് ബേസ് ഉണ്ടാക്കാം. പുളിവെള്ളം ഒഴിച്ചേ. പുളിവെള്ളം അല്ലേ? ഓഫ് ചെയ്തായിരുന്നു അവിടെ.
പുളിവെള്ളം അല്ലേ? നമ്മള് പുളിവെള്ളം ഇതല്ലേ പുളിവെള്ളം? എന്തോരം ഒഴിച്ചു? മൊത്തം ഒഴിച്ചോ? ശർക്കര പിന്നെ ശർക്കര മൊത്തം ഒഴിച്ചോ ചേച്ചി? മൊത്തം ഒഴിച്ചു. മൊത്തം ഇട്ടോ? അല്ല ശർക്കര കുറച്ചല്ലേ? അല്ല കുറച്ച്. എത്ര സ്പൂൺ ഇട്ടു? കുറച്ചുകൂടെ ഇട്ടു. പറഞ്ഞുതരും അത്ര ഇട്ടു. എന്റെ കൂടെ നിൽക്കരുത്. ഇത് ശരിയല്ല. നേരത്തെ കൈവയ്ക്കാൻ പാടില്ല. ചേച്ചി നമ്മളെ ഇവിടെ സംസാരിക്കുന്ന സമയത്ത് അവിടെ വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യും. അതുകൊണ്ട് അതിന് വേണ്ടിട്ട് ഞാൻ നോക്കണ്ടേ? നമ്മൾ കാരമലൈസ് ചെയ്യാണ്. ഇതെന്താണ് ഷെഫ്? അത് ഉലുവാപ്പൊടിയാണ്. വലിച്ചു വാരി ഇട്ട് കളയരുത്. ഇല്ല. നമ്മളിപ്പം പുളിവെള്ളം ഒഴിച്ചു. അതിനുശേഷം പിന്നെ എന്താ പറയാ, ശർക്കര ഇട്ടു. പിന്നെ ജിഞ്ചർ പൊടി ഇട്ടു. ഉലുവയുടെ കുറച്ചിട്ടു. ഇത് മുളകും ഒരു 1.5 സ്പൂൺ ഇട്ടെന്നാണ് ഞാൻ. വേദന നടത്തില്ലല്ലോ. പിന്നെ മഞ്ഞപ്പൊടിയോ? പിന്നെ ഇട്ടത് മഞ്ഞല്ലേ? മഞ്ഞപ്പൊടി ഒരു നുള്ള്. മോളെ ഇവിടെ നോക്കല്ലേ, അവിടെ തന്നെ നോക്കിക്ക്. നന്നായിട്ട് കാരമലൈസ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മുടെ ഇത് ഓഫ് ചെയ്യണ്ടേ ഷെഫ്? ഓഫ് ചെയ്തല്ലോ. ഓഫ് ചെയ്തോ? ഇല്ല, ഓഫ് ചെയ്തിട്ടില്ല ഷെഫ്. ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. ഓഫ് ചെയ്യാം. നമുക്ക് ഓഫ് ചെയ്യാം. ഞാൻ ചെറിയൊരു കാരമലൈസ് ആയത്. ഇനി എന്ത് ചെയ്യണോ? ഇനി ആ പഴം എടുത്തിട്ട് ഇത് ചെയ്തിട്ട് അതിനകത്തേക്ക് ഇടണോ അല്ലേ? ഇത് അങ്ങനെ തന്നെയാണോ? ഇത് ചെയ്തിട്ടാണോ? സ്മാഷ് ചെയ്യേണ്ട രസമില്ലല്ലോ. സ്മാഷ് ഇതിങ്ങനെ തന്നെ ഇടണോ അല്ലേ? ഭയങ്കര ബ്യൂട്ടിഫുൾ. നേരത്തെ ഒരു ലുക്ക് കിട്ടണ്ടേ? ഇട്ടോ. ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ? അത്രയുണ്ടോ? നമ്മള് കുഞ്ഞു വലുതായിട്ടാണ് നമ്മൾ 2 ഏത്തക്ക എടുത്തായിരുന്നു. ഒരുപാട് വലുതാക്കല്ലേ കേട്ടോ ചേച്ചി. അത് ചെറുതാകുമ്പോഴാണ്. അതെയോ? അതെ. ആൾക്കാർക്ക് ഇല്ലെങ്കിൽ ഏത്തക്ക എന്ന് പറയുമ്പോൾ ഒരു ഹെവി മീലായിട്ട് തോന്നും. അത് ശരിയാണ് കേട്ടോ. ശരി, ഞാനതിനെ രണ്ടാക്കട്ടെ. ഒന്നും ഒന്നും ആയില്ലതെ, ഞാൻ ഇങ്ങനെ രണ്ടാക്കി ഈസി ആയിട്ട് ആക്കി. ഏത് പ്രോബ്ലത്തിനും സൊല്യൂഷൻ. അതെ. തെക്കുന്ന എങ്ങനെയാണ് വിളമ്പുന്നത് ഷെഫ്? കേട്ടോണേ. ഇപ്പൊ ശരിയായി തരാം. നമ്മുടെ മനസ്സുണ്ടല്ലോ, ഇപ്പൊ ശരിയായി തരാം. നെയ്യിട്ടു. അത് നൈസായിട്ട് ടോപ്പിക് അങ്ങ് മാറ്റിയതാന്ന് മനസ്സിലായി ഞങ്ങൾക്ക്. ഒന്നും ഓവർ പവർ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് അല്ലേ? ഇതിലേക്ക് നമുക്ക് സെർവ് ചെയ്യാനായിട്ടില്ല. കണ്ടോ, ഷെഫിന് നല്ല പ്ലേറ്റ്, എനിക്ക് കൊള്ളൂല്ലാത്ത പ്ലേറ്റ്. അവിടെ അത് തന്നെ പോയി, അവിടെ തന്നെ പോയി. കാരണം വൈറ്റ് നല്ല എന്താ ഗംഭീരം. എനിക്ക് ഒരു ലോകം മുഴുവൻ ഇരിക്കണം. ഒന്നും ആയില്ല. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ച് ചെയ്യുള്ളൂ ഷെഫ്. ഒന്നും അങ്ങനെ. ഓക്കെ. എന്താ മറ്റേ പച്ചൽ മുളക് എണ്ണ ഇടുന്നു. ഇത് നമ്മള് കടുക് പൊട്ടിക്കാൻ പോവാണ്. സിമ്പിൾ ആയിട്ടുള്ള പച്ചമുളക്. ഇതാ അടുത്ത കറിവേപ്പില. ഞാൻ കരിവേപ്പില എന്ന് പറയുന്നത് മാറി ഇപ്പൊ കറിവേപ്പില. അപ്ഗ്രേഡഡ് ആയി കുട്ടി അതല്ലേ? ചേച്ചി പറഞ്ഞു കടുക് പൊട്ടിയില്ല. അല്ലേ? കുറച്ചുകൂടെ കത്തിക്കാം. അങ്ങോട്ട് പോട്ടെ. അയ്യോ, അതെങ്ങനെയത്? ഈശ്വര, വേഗട്ടെ. അയ്യോ, ഇത് വരണില്ലല്ലോ. ഇതെങ്ങനെ ഷെഫ് അത്? അപ്പൊ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട് അല്ലേ? എന്ത് ഭംഗി. ഇത് കാണാൻ നല്ല രസം. ഡിഷിന്റെ കൊള്ളാം, അല്ല ഷെഫിന്റെ കൊള്ളാം, ഷെഫിന്റെ കൊള്ളാം. പക്ഷെ എന്റെ അല്ലേ നോക്ക്, കുറച്ച് മുമ്പ് ഒരു ഓണപ്പൂക്കളം പോലെ. ഓക്കെ, നമ്മുടെ ഓണസദ്യ. ഓ മൈ ഗോഡ്, കൈ കഴിട്ടുണ്ട്. അങ്ങോട്ട് ഇരുന്നാലോ, കഴിക്കാൻ തുടങ്ങിയാലോ. അപ്പൊ നമ്മള് സാമ്പാറൊക്കെ പുറത്തോട്ട് വയ്ക്കാം.
ഇന്നിപ്പോ ഇതിനകത്ത് ബാക്കിയുള്ളതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അതെ. നമുക്ക് ആംലിക സൂക്തിയുമായി ഈ റൈസിനെ ഒന്ന് കഴിച്ചു നോക്കാം അല്ലേ? ഓക്കെ, അതെ. ഈ പഴം എടുത്ത് പഴം മാറ്റി വെച്ചോളൂ. ഇത് പായസമാണ്. പായസം മാറ്റി വെച്ചോളൂ. ലാസ്റ്റ് റെഡി അല്ലേ? ആംലിക സൂക്തി. ആംലിക സൂക്തി. എന്റെ പേരാണ് രക്ഷയില്ലാത്തത്. ഭയങ്കര സിമ്പിൾ ഡിഷ്, പക്ഷെ പേര് ഒരു രക്ഷയില്ല. പേര് ആംലിക സൂക്തി. അതൊക്കെ അങ്ങനെ ആയിരിക്കണ്ടേ? അതെ, അതാണ്. നമ്മളിത് വയല് വെള്ളം വരുന്നുണ്ട് കേട്ടോ, സത്യം. ബേസിക്കലി നമ്മൾ തൈരുമായിട്ട് വേണം കഴിക്കാൻ. ഓ, അങ്ങനെയുണ്ടോ? ടേസ്റ്റ് അറിയണമെങ്കിൽ ഓക്കെ. നമ്മളെടുക്കുന്നു. അല്ല, അതിന് മാത്രം ഒന്ന് ടേസ്റ്റ് അറിയാനായിട്ട് എന്തോ ഒരു വഴി. അത് കഴിക്കാനോ? അതേ പറഞ്ഞ അത് മാത്രം അതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട് എനിക്ക്. അതിന്റെ ആ ഒരു കഴിച്ചോ? എന്ത് 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 ടേസ്റ്റ് ആണ്? ഓക്കെ, മിക്സ് ചെയ്തിട്ട് കഴിച്ചു നോക്കാം. ഇനിയിപ്പം മാറ്റാം. ഓക്കെ. സെറ്റല്ലേ? എവിടെയാണ് മാറിയില്ലേ? ചേച്ചി ഫുഡ് ആസ്വദിക്കുന്നത് കാണാൻ നല്ല രസമാണ്. ഇപ്പൊ മാറിയില്ലേ? അടിപൊളി. ഓ, ആ തൈരും നമ്മുടെ എന്താണ് ആ താളിച്ചതും ആ ചെറിയ എരിവും പുളിയും പഴവും അതിന്റെ അല്ലേ? എനിക്ക് കൊതിയാന്ന്. അടിപൊളി, അടിപൊളി. കഴിച്ചു നോക്ക്, ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് ഷെഫിന്റെ കൈ കൊണ്ട് ഉരുട്ടി, ഞാൻ സാധാരണ ഒരാളെ ഉരുട്ടി കഴിച്ചാൽ തന്നെ കഴിക്കാറില്ല കേട്ടോ പൊതുവെ, പക്ഷെ ഭയങ്കര ടേസ്റ്റ്. നന്നായിട്ടുണ്ട് അല്ലേ? നല്ല എന്താ പറയാ, അതിനെല്ലാം കൂടിയുള്ള ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്ന എല്ലാത്തിനും വരുന്നൊക്കെ എല്ലാവരും ഇങ്ങനെയൊക്കെ ഇരിക്കുന്നോണ്ട് എല്ലാവരും നോക്കെ ശരിക്കും ഗംഭീരം, അടിപൊളി. നമ്മൾ ഇൻഡിവിജ്വലി കഴിക്കുമ്പോൾ നമുക്ക് ആ വിഷയം നമ്മൾ ഓവറായിട്ട് ഏത്തക്ക പഴുത്തു പോയാലും ആ ഏത്തക്ക നാക്കി കയറി ഉടക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഏത്തക്കൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്. ആ പുളിയും ആ ഏത്തക്കയും കൂടെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഒരു മാരേജ് ആണ്. അല്ലേ? അപ്പൊ ശരിക്കും പഴുത്തത് പറ്റില്ല ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചേച്ചി ശരിക്കും പഴുത്താണെങ്കിൽ ചേച്ചി ഈ ചോറുമായിട്ട് കഴിക്കുമ്പോഴും നാക്കിൽ ഏതായിരിക്കും സ്റ്റേ ചെയ്യുന്നത്? ഏത്തക്കയല്ലേ? പഴയത്തിൻ്റെതല്ലേ? ഇതിപ്പോ പഴത്തിന് ചെറിയ ചവർപ്പുണ്ട്, അത് വേണം. ഓ, ശരി. ഞാനപ്പോ വിചാരിച്ചു ആ ചവർപ്പ് ഒരു നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചു. അല്ല അല്ലേ? ആംലിക സൂക്തി ഇതൊരു ഡെസേർട്ട് അല്ല, ഇതൊരു ഒരു തൊടുകറി പോലെ. ആ, കൊള്ളാം. നമുക്ക് ചേച്ചിയുടെ ട്രൈ ചെയ്യാം. അയ്യോ ഭഗവാനേ, ഞാൻ സെയിം ടേസ്റ്റ് ആണോന്ന് എനിക്കൊന്ന് അറിയാൻ വേണ്ടിട്ട് അത് ചെയ്യരുത്. ഞാൻ വിചാരിച്ചു എന്നെ പറ്റിക്കാൻ വേണ്ടി അത് ടേസ്റ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അങ്ങനെ എന്തോ ചെയ്തു. കുറച്ച് ഇതൊക്കെ ഇട്ടോട്ടെ, അല്ല ഉള്ളി ഇതൊക്കെ കിടക്കട്ടെ. ഇതിനകത്ത് പഴവും കൂടി മിക്സ് ചെയ്തിട്ടോ. മറ്റതിൽ പഴം മിക്സ് ചെയ്തില്ല, നമ്മൾ പഴം ഞങ്ങൾ കഴിച്ചിരുന്നു. പിന്നെ മിക്സ് ചെയ്തോ? ചേച്ചിയുടെ പഴത്തിന്റെ ക്വാണ്ടിറ്റി കൂടുതലാണ്, അതുകൊണ്ട് തൈര് കിട്ടോ, തൈര് കിട്ടോ. അതെ, ഇതാണ് ചേച്ചിയുടെ ആംലിക സൂപ്പ്. സ്വന്തം ഡിഷ് ആയതുകൊണ്ട് പറയല്ല, ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നില്ല, ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള. എന്നാലും ഞാൻ കഴിച്ചു കേട്ടോ. പക്ഷെ സത്യസന്ധമായിട്ട് പറഞ്ഞാല് എനിക്ക് ആദ്യം കഴിച്ചത് ഇതിനേക്കാളും കുറച്ചും ഇഷ്ടപ്പെട്ടു. രണ്ടും ടേസ്റ്റ് ഫ്ലേവർ, പക്ഷെ ഇതിനേക്കാളും ടേസ്റ്റ് എനിക്ക് അതിന് തോന്നി. അല്ലേ? ചെറുതായിട്ട് കട്ട് ചെയ്യാത്തതുകൊണ്ട് മാത്രം സംഭവിച്ചു. അതല്ലേ? ഫ്ലേവറൊക്കെ എല്ലാം തന്നെ, ആ പുളിയും അതും എല്ലാം ഉണ്ട്. പക്ഷെ എനിക്ക് ഇതിനേക്കാളും ആ ഉരുള ആദ്യം തന്ന ഉരുളക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്താ ഡിഫറൻസ് ഷെഫ് പറഞ്ഞത്? എന്തിന്റെ സൈസ് വലുതായി പോയി. ഇത് കുറച്ചും കൂടി ചെറുതാവണം അല്ലേ? സൈസ് ചെറുതാകുമ്പോൾ അതിന് കുക്കിംഗ് ടെമ്പറേച്ചർ മാറും, എല്ലാം മാറും. അതുകൊണ്ട് മാത്രം സംഭവിച്ചു. പക്ഷേ കുഴപ്പമില്ല. ഷെഫ് ഒന്ന് കഴിക്ക്. കഴിയാൻ പോകും. കൊണ്ടോ നമുക്ക് തന്നില്ല കേട്ടോ, ഞങ്ങൾക്ക് വേണ്ടുന്നുണ്ട്. സൂപ്പർ ആയിട്ടുണ്ടല്ലേ മോനെ. നമ്മളിന്ന് ചതയം ദിവസമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഡിഷ് അല്ലേ? പേരൊന്നും കൂടി പറഞ്ഞു, ആംലിക സൂക്തി. അപ്പൊ നിങ്ങൾ അടുത്ത ചതയത്തിനെങ്കിലും അല്ലെങ്കിൽ ഓണത്തിനെങ്കിലും ആംലിക സൂക്തി ഉപയോഗിച്ചിട്ട് സദ്യ കഴിക്കണമെന്ന് ഒരു റിക്വസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ സത്യത്തില് ദൈവമേ ഇന്ന് ഓണത്തിന് ഇതായിട്ട് എന്തായിരിക്കും ഷെഫിന്റെ അതെന്താ വെച്ച് കഴിക്കണം. പക്ഷെ ഇന്ന് വെറൈറ്റി സാധനം, നല്ല ടേസ്റ്റ് ഉള്ള സാധനം. അപ്പൊ എന്തായാലും അടിപൊളി, എനിക്കൊരു ഉപകാരമായത്.
ചേച്ചി ഈ ഒരു എപ്പിസോഡ് ഇപ്പം നമ്മൾ ഇവിടുന്ന് ലൈവായിട്ട് കുക്ക് ചെയ്യാറില്ല രണ്ടുപേരും കൂടെ. ഷെഫ് എന്താ ഉണ്ടാക്കുന്നത് അതെന്നെ ഉണ്ടാക്കുന്നത്. അപ്പൊ ചേച്ചിയുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, ഇതൊരു നല്ല രസമുള്ള ഒരു പരിപാടിയായിരുന്നല്ലേ. കാരണം ഷെഫ് ഉണ്ടാക്കുന്നത് നമ്മൾ നോക്കി അത് തന്നെ സെയിം സാധനം ഇവിടെ ഉണ്ടാക്കുമ്പോൾ അതൊരു ഭയങ്കര ഇതുവരെ ഞാൻ എന്റെ ഇത്രയും വർഷത്തെ 33-34 വർഷത്തിന്റെ ഇടയ്ക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കുക്കിംഗ്. കാരണം നമ്മളെല്ലാം സീരിയസ്ലി, കാരണം പല ചാനലിലും എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ കുക്ക് ചെയ്യണു, നമ്മളിതുപോലെ ഇതിന് ഓണം ആയാലും ക്രിസ്മസിനൊക്കെ വരും. പക്ഷെ ഇങ്ങനെ ഒരാൾ ഉണ്ടാക്കുമ്പോൾ അതിന്റെ അപ്പുറത്ത് നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചരിത്രമില്ല. അതാണ് നമ്മുടെ കുക്കോ കുക്കിന്റെ ഒരു പുതുമ തന്നെയാണ് കേട്ടോ. അത് കിടക്കുക ചെയ്യാൻ. അപ്പൊ ഷെഫ് നമ്മുടെ കൂടെ ഈ എപ്പിസോഡിൽ ഓണം നമ്മുടെ ചതയം സ്പെഷ്യൽ ആയിട്ടുള്ള എപ്പിസോഡിൽ മീൻ ചേച്ചി ഉണ്ടായിരുന്നു. അടിപൊളിയായിട്ട് ഇത് നമുക്ക് ഇങ്ങനെ എന്താ പറയാ പോരാടി ഇങ്ങനെ നിന്ന് കറക്റ്റ് നല്ല ടേസ്റ്റില് സംഭവം ഉണ്ടാക്കിയല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ വെറുതെ വിട്ടു. അല്ല, ചേച്ചിക്ക് ഈ പരിപാടി കണ്ട് പരിചയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഈ പരിപാടി ആർക്കും കൊടുത്തിട്ടില്ലാത്ത പുതുമയായിട്ടുള്ള ഗിഫ്റ്റുകളാണ് ചേച്ചിക്ക് ഒരുക്കിയേക്കുന്നത്. ഓ, അത് സന്തോഷമുള്ള കാര്യം. ചതയം വെറുതെ എനിക്ക് പുതിയ മനസ്സിലായി. പരിപാടികളാണ്, എല്ലാം പുതിയതാണ്. മനസ്സിലായി. എന്തായാലും നമ്മുടെ ഈ ഒരു ഓണം സ്പെഷ്യൽ, ഓണം കഴിഞ്ഞു പോയി ചതയാണെന്ന് അറിയാം, എന്നാലും നമുക്ക് ഓണം സ്പെഷ്യൽ തന്നെയാണല്ലോ. നമുക്ക് എന്നും ഓണമാണ്. നമുക്ക് എന്നും ഓണമാണ്, മലയാളികൾക്ക് എന്നും സെലിബ്രേഷൻ ആണ് അല്ലേ? അപ്പം ഇന്നത്തെ ഈ ഒരു ആംലിക സൂക്തി അപ്പം ആ ഒരു സൂപ്പർ ഡിഷ് നമ്മൾ ഓണത്തിന്റെ നമ്മളെ മിഷ്ടി മധുരം കണ്ടിട്ടില്ലല്ലേ? അതും ഭയങ്കര സംഭവം ഞെട്ടിപ്പോയില്ലേ എല്ലാവരും? കുറെ ഫുഡ് മധുരക്കിഴങ്ങ് വെച്ച് ഞാൻ ഡെസേർട്ട് അടിച്ചു കൊടുക്കും. അതെയല്ലേ, ഞാൻ നോക്കി കണ്ടുപിടിക്കാം. അടുത്ത മത്സരത്തിന് ഞാൻ അപ്പൊ എന്തായാലും നമ്മുടെ അടിപൊളിയായിട്ടുള്ളൊരു നല്ല ഗംഭീരമായിട്ടുള്ള എപ്പിസോഡായിരുന്നു. ഇനി നമുക്ക് വീണ്ടും കുറെ അധികം ഡിഷുകളായിട്ട് അതിനുമ്പ് ഒരു കാര്യം മുന്നോട്ട്, നമ്മുടെ എല്ലാ പ്രേക്ഷകരും ഓണം കഴിഞ്ഞു എങ്കിലും നമ്മുടെ ഇന്ന് ചതയമാണ്. നമ്മുടെ എല്ലാ പ്രേക്ഷക മലയാളികൾക്കും, നമ്മളെ സ്നേഹിക്കാത്തവരായി എല്ലാവർക്കും ആയിക്കോട്ടെ, എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെ അല്ലെങ്കിൽ സന്തോഷത്തിന്റെ നന്മ നിറഞ്ഞൊരു വർഷം ഇനി അങ്ങോട്ട് ആവട്ടെ. എന്നും ഓണമായിരിക്കട്ടെ, എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ എന്നും കൂടെ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു.